അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പാലൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരച്ചത്ത് പുഞ്ഞാരിച്ചൊരു മുല്ല നട്ടു. ഒറ്റ പാട്ട് പാടി 1000 പാട്ട് പാടി പോലെ. അല്ല, ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ്. അവൽ മിൽക്കിന് ആദ്യം വേണ്ടത് എന്താ? ഡബിൾ പഴമാണ് ഇട്ടേക്കണം. കൊട്ടവഞ്ചിയിലൊക്കെ കയറിയിട്ടാണ് വരുന്നത്. തിളക്കിപ്പിക്കണം. എന്താണ് 6 പാക്ക്? കൃഷ്ണമൂർത്തി വേഴ്സസ് കുഞ്ഞുണ്ണി. പോരട്ടെ, കുറച്ച് ഗ്യാപ്പ് എടുത്താൽ നല്ലതായിരിക്കും. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കുട്ടിക്കലവരുടെ ഈ കുട്ടി എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം അജയൻ ചേട്ടൻ. അജയൻ ചേട്ടാ, നമസ്കാരം. എന്താണ് വിശേഷം? നല്ല വിശേഷം. ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു. കുട്ടിക്കലവറ പ്രത്യാശയുടെ 2016 കടന്നിരിക്കുകയാണ്. അതെ, ഇതിലുള്ള കൂട്ടുകാർക്കൊക്കെ വീണ്ടും എന്താ പറയുക, ഒരു ന്യൂ ഇയറും കണ്ടു. ഇനി അടുത്ത ഒരു വയസ്സ് കൂടിയില്ലേ? അപ്പം അജയൻ ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ന്യൂ ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ആദ്യമേ കുറെ തീരുമാനങ്ങൾ എടുക്കും, ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യില്ല എന്നൊക്കെ. അപ്പം അങ്ങനെ നടന്നതും നടക്കാത്തതുമായ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചതാണ് 2016 നുണ പറയരുത്, അതുപോലെ ആരെയും പാര വെക്കരുത്, ഓ, അതുപോലെ തന്നെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടേ പറയാവുള്ളൂ. പക്ഷെ എന്തായാലും അത് മുഴുവൻ പൊളിയെന്ന് ഉറപ്പായി. കാരണം 2016 ആദ്യത്തെ ഷൂട്ട് ഇവിടെ കുട്ടിക്കലവറയില. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ കുട്ടിക്കലവറയിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാർ തന്നെയാണ്. കുട്ടിക്കലവറയുടെ സ്വത്തുക്കൾ എന്ന് പറയാവുന്നത്. അപ്പോൾ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളെ എല്ലാം ഈ കുട്ടിക്കലവറയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കുട്ടീസ്, വെൽക്കം ടു ഷോ. അപ്പോൾ അജയ് ചേട്ടാ, നമ്മൾ ന്യൂ ഇയറിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ? അപ്പം ഇത്രയും നാളും വളരെ ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം സന്തോഷവും രസവും എല്ലാം നമ്മുടെ ഈ കുട്ടിക്കലവറയിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ ഇനി എന്താണ് ചേട്ടൻ ഈ ന്യൂ ഇയർ പ്രമാണിച്ച് എന്താണ് നമ്മുടെ ഈ കുട്ടിക്കലവറയെ കുറിച്ച് പറയാനുള്ളത്? ന്യൂ ഇയർ പ്രമാണിച്ചൊന്നും പറയാനില്ല, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ തന്നെ തുടർച്ചയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 2016 കടന്നിരിക്കുകയാണ്. അപ്പോൾ 2015 ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇനി 2016 ഉണ്ടാകാതിരിക്കട്ടെ. പുതിയ പുതിയ നല്ല നല്ല വിഭവങ്ങൾ അല്ലേ കുട്ടിക്കലവറയിൽ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പാർവതി വന്നു. ഇപ്പൊ തന്നെ ഇവിടെ ഒരു ശോഭ വന്നില്ലേ? എന്താ വന്നേ? അല്ല, ഇല്ലേ കുഞ്ഞുങ്ങളെ വന്നിട്ടില്ലേ? അല്ല, എന്താ വന്നെന്നാ പറഞ്ഞ? ഒരു പ്രകാശം, ഒരു തിളക്കം വന്നിട്ടില്ലല്ലേ? വന്നതിന്റെ തിളക്കമുണ്ട്, ഇനി ബാക്കി തിളക്കിക്കണം, തിളക്കിപ്പിക്കണം അല്ലേ? കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ല, അവരെല്ലാം കൂട്ടി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. പാർവതിയുടെ വീട് എവിടെയാ? എൻ്റെ വീട് പത്തനംതിട്ട കോന്നി. പത്തനംതിട്ട കോന്നി ആനക്കൂടിനടുത്താണോ? ആനക്കൂടിൻ്റെ അടുത്താ, പക്ഷെ ആനയുടെ അടുത്തല്ല. ആനയുടെ അടുത്തല്ല. ഈ കോന്നിയുടെ പ്രത്യേകത എന്താ? നല്ലൊരു മലയോര പ്രദേശമാണ്. ഇപ്പം തന്നെ ഉണ്ട് അടവി എന്നൊരു സ്ഥലമുണ്ട്. ഒരുപാട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ അടവി എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഈ നമ്മുടെ കൊട്ടവഞ്ചി അതുപോലെയുള്ള കുറേ ഒരുപാട് നല്ല കാര്യങ്ങൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സിറ്റി പ്ലേസിലുള്ളവർക്ക് നേരെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് വരുമ്പോൾ അതിൻ്റെ ആ വ്യത്യാസം നന്നായിട്ട് അറിയാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്നർത്ഥം. ഇതെല്ലാവരും പറയാറുണ്ട്. കൊട്ടവഞ്ചിയെ കുറിച്ച് നമ്മുടെ കൃഷ്ണമൂർത്തിക്ക് എന്തോ പറയാനുണ്ട്. കൃഷ്ണമൂർത്തി, എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ചിന്താവിഷനായിട്ടിരിക്കുന്നേ? എൻ്റെ കൂടെ ആരാദ്യം വരുന്നത് ഞാൻ നോക്കട്ടെ. എന്താണ് കൃഷ്ണമൂർത്തിക്ക് കൊട്ടവഞ്ചിയെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കൃഷ്ണമൂർത്തി, എന്താണ് വിശേഷം? ഇങ്ങോട്ട് കയറുന്നു. എന്ത് സുഖം മാത്രമേ ഉള്ളൂ? ന്യൂ ഇയർ പ്രമാണിച്ച് എന്താണ് വിശേഷം? അല്ലേ, നമുക്ക് ഒരാളും കൂടെ വിളിക്കാം അല്ലേ? കുഞ്ഞുണ്ണി,
ഓടി വന്നാട്ട്. ബാഹുബലിയുടെ സോങ് ഒക്കെ എനിക്കിങ്ങനെ മനസ്സിലോട് പാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പം കൃഷ്ണമൂർത്തി, കുഞ്ഞുണ്ണി, രണ്ടുപേരും കൊട്ടവഞ്ചി കണ്ടിട്ടുണ്ടോ? എന്താ ഈ കൊട്ടവഞ്ചി? കൊട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ കൊട്ടക്ക് പിന്നെങ്ങനെ ആള് കയറുമ്പോ കൊട്ടക്ക് ഇച്ചിരി ഭാരം ഉണ്ടാവും. അപ്പൊ താന്നു വെള്ളത്തിൽ പോത്തില്ലേ? വെള്ളത്തിൽ പോകാൻ മരിച്ചു പോത്തില്ലേ? മരിച്ചു പോകാൻ വേണ്ടിയാണോ നമ്മൾ കൊട്ടവഞ്ചിയിലൊക്കെ യാത്ര ചെയ്യുന്നേ? നിൽക്കട്ടെ, നമുക്ക് അജയൻ ചേട്ടനോട് ചോദിക്കാം. അജയൻ ചേട്ടൻ എന്തോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെയല്ല രണ്ടെണ്ണത്തിനെ വിളിച്ചത്. ചോദിക്കട്ടെ അജയൻ ചേട്ടാ. അല്ല, എനിക്ക് ചോദിക്കാനുള്ള കൃഷ്ണമൂർത്തിയോടാണ്. എന്താണ് കൊട്ടവഞ്ചി? കൊട്ടവഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ? വേറെ സാധനം അല്ലെങ്കിൽ കൊട്ടയായിരിക്കും. എനിക്കറിയാം, ഒരു കൊട്ടയുടെ അകത്തൊരു വഞ്ചി. അതിന് കൊട്ടയുടെ അകത്ത് കയറിയിട്ട് നമ്മള് വഞ്ചി ഇങ്ങനെ തുഴയുമല്ലേ? എങ്ങനെ തുഴയുന്നേ? നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കൊട്ടയ്ക്കകത്ത് വഞ്ചി വെച്ചിട്ട് കഷ്ടപ്പെട്ട് തുഴഞ്ഞാ നമ്മൾ പോകുന്നേ അല്ലേ? പക്ഷെ എന്താണ്ട് മരിക്കുന്നൊക്കെ എന്തോ പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞു, ഈ ചേച്ചി കൊട്ടവഞ്ചിയാണോ? അല്ല അല്ലേ? ഈ ചേച്ചിയെ കൊട്ടവഞ്ചിക്കകത്ത് കയറ്റി ഇരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? താന്നു പോകും അല്ലേ? നമ്മുടെ കൃഷ്ണമൂർത്തിക്ക് കൊട്ടവഞ്ചി കയറാൻ ചാൻസ് കിട്ടിയെന്നിരിക്കുക. പത്തനംതിട്ടയിൽ ഇവരുടെ കോന്നിയിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇതിൽ നിന്ന് ആരെ കയറ്റും കൊട്ടവഞ്ചിയിൽ? ആരെ കൊണ്ട് പോകും കൊട്ടവഞ്ചിയിൽ? താഴ്ന്ന വണ്ടിയാണെങ്കിൽ എനിക്ക് വേണ്ട. ആരാ? സാലിയെ കൊണ്ട് പോകും. സാഹിറിനെ കൊണ്ട് പോവോ? എന്റെ കൂടെയുള്ള ആള് ദേവനന്ദയല്ലേ? അല്ല അല്ല, വിട്ടു. ദേവനന്ദയായിട്ട് ഇപ്പൊ ഒരു കമ്പനി ഇല്ലേ? ഇല്ല, ഇപ്പൊ എന്നെ പിടിച്ചേക്ക. ആണോ? അല്ലേ? അപ്പൊ വേറെ ആരാ ഇപ്പൊ? ഫ്രണ്ട് ആരാ ഉള്ളേ? സാഹിൽ മാത്രമേ ഉള്ളൂ. സാഹിൽ മാത്രമേ ഉള്ളൂ. ഓ, അപ്പൊ ബാക്കി എല്ലാവരും ഉപേക്ഷിച്ചു. ആരും വേണ്ട. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ഇവർക്ക് രണ്ടുപേർക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ കോന്നിക്ക് വന്ന സന്തോഷത്തിന് നമ്മുടെ കുഞ്ഞു ഒരു പാട്ട് പാടും. അതെ, എന്റെ ഒരു സന്തോഷത്തിന്. എന്നോ ഞാൻ എന്റെ മുറ്റത്തോരച്ചത്ത് പുഞ്ഞരിച്ചൊരു മുല്ല നട്ടു, കണ്ണിൽ തേവി നനച്ചു കീനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടോ ബന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാൻ വള്ളയിലൊന്ന് തൊട്ടു, രണ്ടാം നാവിൻ്റെ ജീവിതത്തിട്ട് ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. ആരാ ഈ പാട്ട് പഠിപ്പിച്ചത്? നന്നായിരുന്നല്ലോ. ആരാ? അപ്പൊ കുഞ്ഞിനെ തോപ്പിക്കാൻ വേണ്ടി ഇതാ കൃഷ്ണമൂർത്തി ഒരു പാട്ട് പാടാൻ പോകുന്നു. ഉണ്ടായി കൊച്ചാണ്ട് പാടം കത്തിടുമാ, വയല പൊട്ടിച്ച് കാപ്പുണ്ടാക്കിടുമാ, വയറ് കത്തിയിട്ട് എൻ്റെ കുടല് കത്തിടുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴക്കിടുമാ, അത്തം വന്നാല് പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി തച്ചൻ കൊഞ്ചി പറയല്ലേ, ഉമ്പായി കൊച്ചാണ്ട് പാടം കത്തിടുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമാ. അപ്പൊ ചേട്ടാ, അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞു. പാട്ട് കഴിഞ്ഞ എൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താണ് സിക്സ് പാക്ക്? അതെങ്ങനെ തിരിച്ചറിയാം? മസിലോ? മസിലാണോ സിക്സ് പാക്ക്? ആണോ? ഒന്ന് കാണിച്ച സിക്സ് പാക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ. അയ്യോ, അത് ഫാമിലി പാക്ക് അല്ലേ? ഓ, എന്റെ പൊന്നെ, ബാഹുബലിയുടെ സിക്സ് പാക്ക് കണ്ടോ എല്ലാരും? എവിടെയുണ്ട്? എനിക്കില്ല. ഞാൻ പേടിച്ചു പോയി ഇവിടെ പലരും കേട്ടോ. അയ്യോ, ബോധം കിട്ടു. അത് ബലൂൺ വയറാ. ഈ കുട്ടിക്കലവറയിൽ ഏറ്റവും നല്ല സിക്സ് പാക്ക് ഉള്ളത് ആർക്കാ? കൃഷ്ണമൂർത്തിക്കാ? ആടാ. അപ്പൊ ബാഹുബലിയോ? ഒന്ന് നോക്കട്ടെ, ബാഹുബലിയുടെ സിക്സ് പാക്ക് നോക്കട്ടെ. രണ്ടുപേരും നമുക്ക് കോമ്പറ്റീഷൻ നോക്കിയേക്കാം. കൃഷ്ണമൂർത്തിയുടെയും പിന്നെ നമ്മുടെ കുഞ്ഞുവിന്റെ ഒരു എക്സസൈസ് നമുക്കൊന്ന് കാണാം. സിക്സ് പാക്കിന് വേണ്ടി ഇവര് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ഒരു മ്യൂസിക് ഇട്ടെ, ഒരു എക്സസൈസ് നോക്കട്ടെ. 3, 2, 1
മതി മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യാം അല്ലേ? ക്ഷീണിച്ചില്ല. ഇനി എന്നെ പൊക്കുന്നു ഒന്ന് വേണ്ട. ഇന്നത്തെ വാശിയേറിയ ഈ 6 പാക്ക് മത്സരത്തിൽ 6 പാക്ക് അല്ല 9 പാക്ക് ഉണ്ടാക്കിയ ആളാണ് അവിടെ നിൽക്കുന്ന ബാഹുബലിയുടെ നിപ്പ്. കണ്ടോ? നല്ലൊരു ക്ലാപ്പ് ബാഹുബലിക്ക്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ കട്ടയ്ക്ക് നിൽക്കുവാണ് നമ്മുടെ കൃഷ്ണമൂർത്തി, MG സോമനെ പോലെ. നേരാ തിരുമേനി. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ, രണ്ടുപേരും വളരെ നന്നായി. ഇനി നമുക്ക് ഇവർക്ക് റെസ്റ്റ് കൊടുക്കാം. ഇന്നത്തെ കുട്ടിക്കലവറയിലെ സ്വാദേറിയ വിഭവം അവൽ മിൽക്കാണ്. ചേരുവകൾ അവൽ, മിൽക്ക്, ഉണക്കമുന്തിരി, ഡ്രൈ പപ്പായ, പഴം, കശുവണ്ടി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ്. അവൽ മിൽക്കിന് ആദ്യം വേണ്ടത് എന്താ? അവല്, അതുണ്ട്. പിന്നെ അവൽ മിൽക്കും ഉണക്കമുന്തിരി വേണം, പഴം വേണം, മിൽക്ക് വേണം, പച്ചക്കറി വേണം, അവല് വേണം, ഡ്രൈ പപ്പായ വേണം, കാഷ്നട്ട് വേണം, കിസ്മിസ് വേണം, പഞ്ചസാര വേണം, പാൽ വേണം. പിന്നെ പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വ്യത്യസ്തമായ പഴമാണ്. എല്ലാവരും കിട്ടിയുള്ള സിംഗിൾ അല്ല, ഇത് ഡബിൾ പഴമാണ് കിട്ടിയേക്കണം. അത് വെച്ചൊക്കെ ഞങ്ങളൊരു അടിപൊളി അവൽ മിൽക്ക് ഉണ്ടാക്കും. എന്തോ ഇതുണ്ടാ കിസ്മിസിന്റെ കളർ ഉണ്ടാ, കറുപ്പ് ഉണക്കമുന്തിരി. ആ ഉണക്കമുന്തിരി ഉണങ്ങിയ മുന്തിരി. ഓണാക്കടാ, ഇതിന് തല്ലി കൊന്നിട്ടേ ഞാൻ അടങ്ങുള്ളൂ. ആയിട്ടില്ല. അച്ഛനാ പറയുന്നത് ഇനി
കിസ്മിസും പിന്നെ കാഷ്യൂസും ഒക്കെ ഇതിലിട്ട് കഴിഞ്ഞു. ആദ്യം ചേട്ടൻ പഴവും പാലൊക്കെ മിക്സ് ചെയ്തു. ഇനി ഞങ്ങൾ ഡെക്കറേറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു സൂപ്പർ അവൽ മിൽക്ക് ഇവിടെ വരും. ഇവിടെ ഒരു കഷ്ണം കിടക്കുന്നത് അത് കുഞ്ഞു കഷ്ണമല്ലേ, അത് പോട്ടെ. ആദ്യം ഇതൊന്നും ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും കുടിക്കാൻ തരാടാ, ഇത് ചെയ്ത് കഴിയട്ടെ. ഓ എന്ത് കുഴപ്പമേ. ബാക്കിയുള്ള പാല് ഒഴിച്ചേക്കാം. പിന്നെ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് അതോ ലാസ്റ്റ് ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അവൽ മിൽക്ക് റെഡി. ഇപ്പം ഗ്ലാസ് കൈ വെച്ചോണ്ട് ജേഴ്സ് അടിക്കണോ? പതുക്കി അടിച്ചാൽ മതി. ഇന്നത്തെ കാന്താരി പാചകത്തിലെ വിജയി ആൻഡോയും അൽസാബിത്തുമാണ്. ഒരിടവേളയ്ക്ക് ശേഷം ഫസ്റ്റ് തിരിച്ചു വന്നു. നമുക്ക് കിട്ടി. ഫ്ലോറിലായാലും കലവറയിലായാലും അടിയൊരു മസ്റ്റാണ് കുട്ടിക്കലവറയിൽ. കണ്ണടച്ചു പാല് കുടിക്കണ പൂച്ച ആരെയും കാണാറില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കുഞ്ഞുവിന്റെ കാര്യം. കുക്ക് ചെയ്യാൻ കൊടുത്ത പാൽ മുഴുവൻ അകത്താക്കുകയാണ് കക്ഷി. കട്ടുകുടിക്കലും തല്ലുകൊടുക്കലുമൊക്കെയായി കുട്ടികൾ ആഘോഷിക്കുകയാണ്. കുറുമ്പിന്റെയും സന്തോഷത്തിന്റെയും കുട്ടിക്കലവറ ദിനങ്ങൾ അവസാനിക്കാതിരിക്കട്ടെ.